അപ്പോൾ അതാണ് സുരേഷ് ചെയ്യേണ്ടത്. ഈ കല കോപ്പി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നാൽ അതിന് സാധ്യതയില്ല. പുതിയത് കണ്ടുപിടിക്കുക, പുതിയത് ചെയ്യുക, അതാണ് വേണ്ടത്. അത് വലിയൊരു പാഠവും ഉപദേശമൊക്കെ ആയിരുന്നു പുള്ളിയുടെ. ഞാൻ വളരെ ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വർഷം മുമ്പാണ്, എനിക്ക് തോന്നുന്നു ഒരു 15 വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം എന്നോടത് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ വർക്കുകളിൽ പല മാറ്റങ്ങളും, ഈ മീഡിയങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മീഡിയങ്ങൾ വന്നതും, ഈ പെയിൻറ്റും ബ്രഷും തൊടാതെ ഏതാണോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ആ മെറ്റീരിയൽ ഉപയോഗിച്ച് ചിത്രങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ഉള്ളൊരു താല്പര്യം വന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു മാസ്റ്റർ പീസ് വന്നോന്ന് എനിക്ക് സംശയമാണ്. അത് എപ്പോഴെങ്കിലും വരുമായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവാതിരിക്കാം. ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾ മറ്റൊരർത്ഥത്തിലായിരിക്കും, മറ്റുള്ള ചിന്താഗതിയിലായിരിക്കും. എൻ്റെ വർക്കുകളിൽ ഏതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. എല്ലാം ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളിപ്പോൾ ആ വർക്ക് ചെയ്ത് ഈ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീമ്പിളക്കുന്നതോ അല്ലെങ്കിൽ തള്ളിമറിക്കുന്നതോ അല്ല. നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ കാണാത്ത, ഞാൻ എന്നെപ്പോലുള്ള കലാകാരന്മാർ കാണാത്ത പുതിയ ആശയങ്ങൾ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കലാകാരന്മാർക്കുണ്ടാവും. അതെല്ലാം പുറത്തേക്ക് വരണം, പ്രോത്സാഹിപ്പിക്കണം, പരിപോഷിപ്പിക്കണം. നമ്മൾ നാളെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു മൈക്കിളാഞ്ചലോ, ലിയോനാർഡോ ഡാവിഞ്ചി ഒക്കെ ഇവിടെ നിന്ന് ജനിക്കണം, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ജനിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്.